എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് ആരോഗ്യ ദർശനത്തിൻ്റേത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സൗന്ദര്യം എന്നുള്ളത് ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അമൂല്യമായൊരു സമ്പത്താണ്. അത് എത്ര പ്രായത്തിലും നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ എഫേർട്ട് എടുത്താൽ നടക്കും. ഇനി അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്ന് ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോസ്മെറ്റിക്കുമായി ബന്ധപ്പെട്ട ആരോഗ്യകരമായ രംഗത്ത് ഇന്ന് പ്രാബല്യത്തിലുള്ള പല ചികിത്സാ രീതികളും. ഇന്ന് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമ്മളോട് പ്രതിപാദിക്കാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഈപ്പൻ കോശി. അപ്പോൾ ഈപ്പൻ സാറ് കഴിഞ്ഞ തവണ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന അമിതമായ നമ്മുടെ വയറിൻ്റെ വളർച്ച, അതുപോലെ സ്ത്രീകളിലുണ്ടാകുന്ന ബ്രസ്റ്റ് വളർച്ച, ഇതൊക്കെ വലിയ പ്രതിസന്ധികൾ പലരുടെയും ജീവിതത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ്? കോസ്മെറ്റിക് സർജറി സെക്ഷനിൽ ഇതിനെന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഇവയൊക്കെ ഇല്ലാതാക്കി നമ്മുടെ സൗന്ദര്യം എഗെയിൻ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഈപ്പൻ കോശി സാർ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം സീനിയർ കൺസൾട്ടൻ്റ് ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി. ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഒരേ ഒരു ഒറ്റയാനാണ്. അപ്പോൾ സാറേ, സ്വാഗതം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഒരു തവണ സാറ് വന്നതാണ്. അപ്പോൾ എങ്ങനെ പ്രായമേറെ ആയാലും ഏതു പ്രായത്തിലും എങ്ങനെ നമ്മുടെ സൗന്ദര്യവും ഫിസിക്കൽ ഫിറ്റ്നസ്സും നിലനിർത്താം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് സാറ്. 64 വയസ്സായെങ്കിൽ ഇന്ന് സാറ് അതേ ഊർജ്ജസ്വലതയോടുകൂടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അതോടൊപ്പം സാറിൻ്റെ ഈ ഒരു ഫിറ്റ്നസ് കീപ്പ് ചെയ്തു പോകുന്ന കാര്യം കൂടി നമുക്ക് പറയാം. കാരണം സാറ് തന്നെയാണല്ലോ മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണത് കീപ്പ് ചെയ്തു പോകുന്നത്? താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് പറഞ്ഞാൽ എൻ്റെ ഡയറ്റ് വളരെ റെഗുലേറ്റഡ് ആണ്. ഓർഗാനിക് ഫുഡ് മാത്രമേ ഉള്ളൂ. ടൈമിങ്സ് വളരെ കെയർഫുള്ളാണ്. ഞാൻ ഡിന്നർ ഐ ഫിനിഷ്ഡ് ബൈ 6:30. ലഞ്ച് എപ്പോഴും 12-12:30 ഇടയിലായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല. അതും കഴിക്കുന്നത് ഓർഗാനിക് ഫുഡ് മാത്രം. ഞാൻ ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല. ആൽക്കഹോൾ ഉപയോഗിക്കത്തില്ല. ആൻഡ് എൻ്റെ റുട്ടീൻ ഇസ് സ്റ്റാർട്ടിങ് വിത്ത് യോഗ. ഒരു 10 ആസന ബേസിക് ആയിട്ട് ചെയ്യും. സാർ ഇപ്പോൾ UK ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണല്ലോ. അതെ, UK സാറിൻ്റെ അത്ര ട്രെയിൻഡ് ആയിട്ട്. അത് ഡിഗ്രി അവിടെ തന്നെയാണോ ചെയ്തത്? ഇതുമായി ബന്ധപ്പെട്ട് ആണ്. അതെ. ഓക്കെ. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കീപ്പ് ചെയ്ത് ഇപ്പോഴും മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു അല്ലേ? അതെ. അവിടെ വെച്ചും സെയിം ഇതെല്ലാം യോഗയും റണ്ണിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ ആയിരുന്നു UK. ഇവിടെ ഇപ്പോൾ റണ്ണിങ് ആൻഡ് യോഗയാണ് എൻ്റെ മെയിൻ. സാർ വെയിറ്റ് ഒക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണോ കൊണ്ടുപോകുന്നത്? അതെ. നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നമ്മളെ നോക്കിയാൽ പിന്നെ വെയിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ആവശ്യം തന്നെ വരും. ഇവിടെ വയനാട്ടിൽ ഞാൻ ഇത്രത്തോളം സാറിനെ ആദ്യം ഡോക്ടറെ പരിചയപ്പെടുത്തുന്നത്, വയനാട്ടിൽ മറ്റൊരാളില്ല ഈ ഒരു കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലൊന്നും അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ട് തന്നെയാണ് സാറിനെ എസ്പെഷ്യലി പരിചയപ്പെടുത്തുന്നത്. സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ക്ലീനായിട്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തു പോകുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് സാർ? താങ്ക് യു വെരി മച്ച്. നിങ്ങൾ പറഞ്ഞല്ലോ കോസ്മെറ്റിക് സർജറി. ഇപ്പോൾ കോസ്മെറ്റിക് എന്നുള്ള വാക്ക് ഇപ്പം ഇംഗ്ലണ്ടിലൊന്നും യൂസ് ചെയ്യുന്നില്ല, US. അത് എയ്സ്തെറ്റിക് സർജറി എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൻ്റെ എയ്സ്തെറ്റിക്സ് ഇമ്പ്രൂവ് ചെയ്യുക, ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. സൗന്ദര്യം മാത്രമല്ല, ക്വാളിറ്റിയും. അതാണ് ഇന്ന് നമ്മൾ 2 പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, അടിവയറ് ചാടിക്കിടക്കുന്നത്, എസ്പെഷ്യലി ലേഡീസ് അറൗണ്ട് 40-45 ഇയേഴ്സ്, പ്രഗ്നൻസി എല്ലാം ഡെലിവറി എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ അടിവയറ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആയി. അതായത് ജിമ്മിൽ പോയാലും എന്തെല്ലാം ചെയ്താലും ആ അടിവയർ കുറയത്തില്ല. ഓക്കെ. ആ ഒരു സ്റ്റേജിൽ സർജിക്കൽ ഹെൽപ്പ് വേണം. അപ്പോൾ ആ അടിവയർ വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം. എന്നിട്ട് ആ ടീനേജ് ടൈമിലുള്ള വയറ് പോലെ സെയിം ഫ്ലാറ്റ് സ്റ്റൊമക്ക്, നല്ല ഒരു അംബ്ലിക്കസും എല്ലാമായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. അതൊരു ലൈഫ് ചേഞ്ചിങ് ഓപ്പറേഷനാണ്, കോസ്മെറ്റിക് മാത്രമല്ല. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ആ ലൈഫ് അങ്ങ് ചേഞ്ച് ചെയ്ത് നോർമൽ ഡ്രസ്സ് വെയർ ചെയ്യാം. മറ്റേത് ചിലപ്പോൾ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും ഇവിടെ ഹെൽപ്പ് വേണം, പൊക്കി വെക്കണം. അതുപോലെ പിന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. സോ അതെല്ലാം ചേഞ്ച് ചെയ്യും. അത് കൂടുതലായി കഴിഞ്ഞാൽ ഒരു എക്സസൈസിലൂടെയും മാറ്റാൻ കഴിയില്ല. അടിവയർ ചാടിക്കഴിഞ്ഞാൽ അതൊരു പോയിന്റ് ഓഫ് നോ റിട്ടേൺ. എന്ത് ചെയ്താലും അത് മാറത്തില്ല. കുറച്ചൊന്ന് കുറഞ്ഞാലും കൂടുതൽ തൂങ്ങും. മനസ്സിലായോ? അപ്പോൾ അവർക്ക് സർജിക്കൽ ഹെൽപ്പ് വേണം. ലോട്ട് ഓഫ് സ്ത്രീകൾക്ക് അത് അറിയാൻ വയ്യ. അപ്പോൾ ഈ ഒരു സർജറി ആക്ച്വലി 3 days അഡ്മിഷൻ മതി. നമ്മളിവിടെ റുട്ടീനായിട്ട് ചെയ്യുന്നു. ഇപ്പം ഒന്ന് ചെയ്താൽ അവർ പറയും വേറെ സ്ത്രീകളോട്, അവരും വരും.
അങ്ങനെ വാക്ക് വെച്ചിട്ട് പോയിട്ട് വരുന്നുണ്ട്. അത് ക്ലീൻ ആയിട്ട് ചെയ്യാൻ പറ്റും, ക്ലീൻ ആയിട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നത് ബ്രസ്റ്റ് അധികമായിട്ട് ബ്രസ്റ്റ് വരും. അതെ, അതായത് ലാർജ് ബ്രസ്റ്റ് ഉള്ളവർക്ക്, അത് ഉള്ളവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ബേർഡൻ എന്താണ്, അതിൻ്റെ ഒരു അതായത് ബ്രാ ഇവിടെ വന്ന് എപ്പോഴും ഇതായിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു ചിലപ്പോൾ ഒരു മുറിവ് വരെ വരാം ഈ ബ്രാ സ്ട്രാപ്പിൻ്റെ ഇവിടെ, ഷോൾഡർ സ്ട്രാപ്പിൻ്റെ അവിടെ. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ, ചൊറിച്ചില്ല, സ്വെറ്റ് എല്ലാം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. ആ ബ്രസ്റ്റ് നമുക്ക് ചെറുതാക്കി കൊടുക്കാം വിത്ത് മെയിൻറ്റെയിനിങ് നിപ്പിൾ ഏരിയ എല്ലാം കറക്റ്റ് ഷേപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട്. അതൊരു 3 hours സർജറിയാണ്. 3 days അഡ്മിഷൻ അഗെയിൻ, ഓർ മേ ബി 4 days അഡ്മിഷൻ. ആൻഡ് ലൈഫ് ചേഞ്ചിങ് ആണ്, ലൈഫ് എസ്തറ്റിക്സേ മാറി കിട്ടും. ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ കാണാത്തൊരു സംഭവം കൂടിയാണ് ഈ 2 സർജറി. കോമൺ ആയിട്ട് ആരും അങ്ങനെ, എനിക്ക് തോന്നുന്നു ഇതിനോട് അടുത്ത ആളുകൾക്ക്, ഇത്തരം ഇഷ്യൂസ് ഉള്ള ആളുകളും ക്ലിനിക്കലി എത്രത്തോളം വരുന്നുണ്ട് ഇപ്പോൾ? ഇത് ആക്ച്വലി അൺകോമൺ അല്ല, ആദ്യം അഡ്വർടൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രം, ചെയ്യുന്നവരേ ഉള്ളൂ. നമ്മളിവിടെ ഇപ്പോൾ റൂട്ടീനായിട്ട് ചെയ്യുന്നുണ്ട്. ഈ അടിവയറാണ് കൂടുതലും ചെയ്യുന്നത്, മോർ ദൻ ബ്രസ്റ്റ്. ബ്രസ്റ്റും അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വരും. കാരണം ഇത് ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പറേഷനാണ്, മോർ ദാൻ കോസ്മെറ്റിക്. അവരുടെ മാനസിക ആരോഗ്യം കൂടി വീണ്ടെടുക്കുന്നതാണ്. ഇപ്പോൾ ഈ സർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സർജറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം അവർക്ക് സൈഡ് എഫക്ട്സോ അവരുടെ നോർമൽ ലൈഫിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഈ 2 ഓപ്പറേഷനും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫോളോ അപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ, എന്നെ പോലെ കറക്റ്റ് ഡയറ്റ്, ഏർലി മോർണിംഗ് വേക്കപ്പ്, ഏർലി ടു ബെഡ്, നല്ല രാത്രിയിൽ ഉറക്കം, ആൻഡ് എവറി ഡേ കുറച്ച് എക്സസൈസ്, നടക്കുവോ, അരമണിക്കൂർ നടക്കുവോ, ആ ലൈഫ് അങ്ങ് ചെയ്താൽ കംപ്ലീറ്റ് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമൈസ് ചെയ്യാൻ നമ്മുടെ ഈ ഓപ്പറേഷൻ്റെ റിസൾട്ട്. ഇത് ചെയ്ത് ഒന്നും ചെയ്യാതിരുന്നാലും ഇറ്റ്സ് ഓക്കെ, പക്ഷേ നമുക്ക് മാക്സിമൈസ് ചെയ്യുന്നില്ല എന്നാണ്. സോ ഡയറ്റും എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. ഓപ്പറേഷൻ ബൈ ഇറ്റ് സെൽഫ് സേഫാണ്. ഇതുവരെ പിന്നെ ഇത് ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാകത്തില്ല. നമ്മൾ കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. സീനിയർ അനസ്തെറ്റിക് ടീമുണ്ട്, സീനിയർ സർജിക്കൽ ടീമുണ്ട്. സോ ഇതൊരു സേഫ് ഓപ്പറേഷനാണ്. ഈ ഇവരുടെ ലൈഫ് സ്റ്റൈലിലാണോ ഈ വ്യത്യാസങ്ങൾ വരുന്നത്? എങ്ങനെയാണ് പലരുടെയും ഇപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് അവർക്ക് എങ്ങനെയാണ് ഇത് വന്നത് എന്നൊരു പരിശോധന നടത്തിയിട്ടാണോ ചെയ്യുക? ഇതെങ്ങനെ ഉണ്ടായി? എപ്പോഴും ഞാൻ ആസ് എ പ്ലാസ്റ്റിക് സർജൻ ഞാൻ എപ്പോഴും അവരുടെ റൂട്ട് കോസ് എടുത്ത് അവരെ കാണിച്ചു കൊടുക്കും. ആ റൂട്ട് കോസ് അത് മെയിൻലി ലൈഫ് സ്റ്റൈലും ലാക്ക് ഓഫ് എക്സസൈസും ഡയറ്റുമാണ് മെയിൻലി. ഓക്കെ, ജങ്ക് ഫുഡ്, ഷുഗർ ഓവർലോഡ് ആൻഡ് ലേറ്റ് നൈറ്റ് ഡിന്നർ, അതെല്ലാം ഇവിടെ പോയി കൂടുന്നത് ഈ ലേറ്റ് നൈറ്റ് ഡിന്നേഴ്സ് എല്ലാം. സോ ആ സ്മോൾ തിങ്സ് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പേഷ്യൻ്റ് നല്ലത്. ചിലവർക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ മനസ്സിലായാൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. ആൻഡ് ലൈഫ് വേറൊരു ലെവലിലോട്ട് പോകും. ആൻഡ് എവറി ഡേ ലൈഫ് വിൽ ബി അറ്റ് എ ഹയർ ലെവൽ. അത്രയും നാളുണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും മാറും. അവിടെ ഒരു കോമൺ ആയിട്ടുള്ള സംശയം സ്ത്രീകൾക്കുണ്ടാവാൻ, അവർ ഇനി എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കല, എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്ന സർജറിക്കാണെങ്കിലും ആ വരുന്ന മുറിവുകൾ ഒരു കലയായിട്ട് മാറാം. ഈ ഒരു സർജറിക്ക് അത്തരം ഒരു സംശയം അവർക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആക്ച്വലി നമ്മൾ ഈ അടിവയർ ആ ഹോൾ ഒരു സ്കിൻ ക്രീസ് ഉണ്ട് ഇവിടെ, ആ ക്രീസിലായിരിക്കും നമ്മുടെ ലൈൻ. അപ്പോൾ അത് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് കാണാം, ഹിഡൻ സ്കാറായിരിക്കും. അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ സ്കാറും നമ്മൾ ആ ലൈനിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കും. അപ്പോൾ അതും വിഷയമല്ല, ബ്രസ്റ്റിൻ്റെ ആണെങ്കിലും വിഷയമല്ല. ഇത് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബ്രസ്റ്റ് എനിക്കൊരു ഡബിൾ-D സൈസാണ്, 10 കിലോ. എനിക്ക് ഈ സ്കാറൊന്നും വിഷയമല്ല, ഇതൊന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി, ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. ആരും സ്കാറിനെ പറ്റി ആ ഒരു സിറ്റുവേഷനിൽ വറി ചെയ്യത്തില്ല, അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് വരത്തില്ല. കാരണം ഭയങ്കര റിലീഫാണ് ആ ഡബിൾ-D ഒരു B സൈസ് ആക്കുമ്പോഴത്തേക്കും. ലൈഫെ ചേഞ്ച് ചെയ്യും, ഭയങ്കര ഹാപ്പി ആവും, മൊബിലിറ്റി ലൈഫ് മൊബൈലാവും. യെസ്. ഏത് പ്രായം ഇതിനൊരു കണക്കുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ ഫീഡ് ചെയ്യുന്ന അങ്ങനത്തെ ചില ആളുകൾക്ക് കുറച്ച് നേരത്തെ തടി കൂടാം, ചില കുട്ടികൾ പെൺകുട്ടികളായാലും അമിതമായ വണ്ണം, ഈ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രായം എങ്ങനെയാണ് ഇതിനൊരു? താങ്ക് യു ആ ക്വസ്റ്റ്യന് താങ്ക് യു. ആക്ച്വലി ഏത് പ്രായത്തിലും ചെയ്യാം. ഇപ്പോൾ ഇനി അത് കഴിഞ്ഞ് പിള്ളേരുണ്ടായാലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റും. ആ ബ്രസ്റ്റ് ഡക്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു. ഇത് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് റോബിൻസ് ടെക്നിക്കാണ്, ഓസ്ട്രേലിയൻ ടെക്നിക്കാണ്. അതിൽ ബ്രസ്റ്റ് ഡക്സ് പ്രിസർവ് ചെയ്ത് വെക്കും. അപ്പം ഇനിയും പിള്ളേരുണ്ടായാലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റും. വേറെ ടെക്നിക്സ് ഉണ്ട്, കാരണം ഫാമിലി കഴിഞ്ഞു 40 വയസ്സായി, വേറെ ടെക്നിക്സ് ഉണ്ട്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ബ്രസ്റ്റ് സ്മോൾ സൈസ് ആക്കാം. ഈ പ്രായം ഒരു പ്രശ്നമല്ല, ഏജ്ഡ് ആയാലും പ്രശ്നമല്ല, ചെയ്യാൻ പറ്റും. ഏത് ഏജിലും ചെയ്യാൻ പറ്റും. ഇതിന് ശേഷം ഇവരിപ്പം കുറേ എക്സസൈസും കാര്യങ്ങളുണ്ട്. അതുപോലെ മെഡിസിൻ എന്തെങ്കിലും ലൈഫ് ലോങ്
എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കൂടി വന്ന വിറ്റമിൻസ് ആൻഡ് മെഡിസിൻ്റെ ആവശ്യമേ ഇല്ല. അത്ര മാത്രമേ ഉള്ളൂ. എക്സസൈസും ഡയറ്റും അവരുടെ ലൈഫ് നോർമലി പഴയതുപോലെ മുൻപോട്ട് കൊണ്ടുപോകാൻ ബെറ്റർ ആക്കും. ഈ തടി കൂടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്രസ്റ്റും വയറും പറഞ്ഞു, ശാരീരികമായിട്ടും മുഴുവനായിട്ടും എല്ലാ ഇതിലും കുറച്ച് തടി കൂടിയിട്ടുള്ള ആളാണെങ്കിൽ. താങ്ക് യു. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആക്ച്വലി നിങ്ങൾ പറയുന്ന ആ വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ. അത് യൂറോപ്യൻസിനാണ് കൂടുതൽ കാലിൽ തടി, ഇവിടെ തടി. നമുക്ക് സൗത്ത് ഇന്ത്യയിൽ മെയിൻലി നമ്മൾ റൈസ് ഈറ്റേഴ്സ് ആണല്ലോ, നമുക്ക് സെൻട്രൽ ഒബീസിറ്റിയാണ്. നമ്മുടെ ഒബീസിറ്റി എല്ലാം ഇവിടെയാണ്. ഇവിടെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. പക്ഷെ അതിന് ഉണ്ടെങ്കിൽ നമുക്ക് ലൈപ്പോസക്ഷനിലോട്ട് ഇത് ചെയ്യേണ്ടി വരും. എക്സ്ട്രാ ഫാറ്റുള്ള സാധനമെല്ലാം ലൈപ്പോസക്ഷൻ ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. പക്ഷെ അത് വേറൊരു ലെവലിലോട്ട് പോകും, ഹയർ ലെവലിലോട്ട് പോകും ആ സർജറി. ഓക്കെ, മേ ബി കുറച്ചും കൂടെ എക്സ്ട്രാ സ്റ്റേ ചെയ്യേണ്ടി വരും. ആൻഡ് വേറൊരു ലെവൽ ഓഫ് സർജറിയാണത്. ഇപ്പോൾ ഇവർ ശരീരത്തിൽ നിന്നും അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ പറയുമ്പം നമ്മുടെ ശരീരത്തിൽ തൂക്കമുള്ള ഭാഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി അവ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ മെഡിസിനലി കുറയ്ക്കുകയല്ല. അല്ല 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 അത് സർജറി തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പം ഇനി വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള ആളുകൾ, ഷുഗറോ അതുപോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഓൾറെഡി ഉള്ള ആളുകൾ, അതേപോലെ പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ, അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ സർജറി വരുമ്പോൾ? താങ്ക് യു. ഇങ്ങനെയുള്ള ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡയബറ്റിക് വന്നു എന്ന് വെച്ചോ, ഓക്കെ, ഞാൻ അവരെ പ്രിപ്പയർ ചെയ്യും 2-3 മാസം. ഓക്കെ, അവർക്ക് ചെറിയ അബ്ഡോമൻ സ്ട്രെങ്തനിങ് എക്സസൈസ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരുടെ ഈ സർജറി ചെയ്ത് കഴിഞ്ഞ് അവരുടെ ഇൻസുലിൻ ആൻഡ് ഡയബറ്റിക് റിക്വയർമെൻറ്റ് കുറയും. കാരണം ഒരു 5 കിലോ പോയി കിട്ടുമല്ലേ. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി അവരുടെ കൺട്രോൾ വളരും. ചിലവർ ഡ്രഗ്സിന് ഔട്ടാവും. മനസ്സിലായോ? കാരണം ഇതാണ് അവരുടെ ഡയബറ്റീസിൻ്റെ റൂട്ട് കോസ്, ഇങ്ങനെ കിടക്കുന്ന ഫാറ്റ്. മനസ്സിലായോ? അതങ്ങ് പോകുമ്പോഴത്തേക്കും ആ ഡയബറ്റിക്കിൻ്റെ ആ സ്റ്റാറ്റസ് തന്നെ ഇമ്പ്രൂവ് ആവും. ഒത്തിരി ആൾക്കാർ മെഡിക്കേഷനെ മാറും. പ്ലസ് ദേ ആർ കണ്ടിന്യൂയിങ് എക്സസൈസ് ആൻഡ് ഡയറ്റും കൂടെ നമ്മൾ പറയുന്നത് ഫോളോ ചെയ്താൽ ലൈഫ് ചേഞ്ചിങ് ആണ്. ഇനിയിപ്പം മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ട്, കരൾ സംബന്ധമായ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകളാണ്, അവർക്കും ഈ സർജറി ചെയ്യാൻ പറ്റും? ഇല്ല, ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ സർജറി നമ്മളൊരു മാരത്തോൺ ഓടുന്ന പോലെയാണ്. ആ സർജറി ഒരു ഇവൻറ്റ്, അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചുമ്മാ ഇന്ന് വന്ന് നാളെ ചെയ്യുന്നതല്ല. പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്യണം. ജസ്റ്റ് പ്ലാൻ ചെയ്യാതെ ചെയ്താൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും, പേഷ്യൻറ്റും മനസ്സിലാവത്തില്ല, ഡോക്ടർ ഇൻട്രസ്റ്റഡ് അല്ല. ഫുൾ ഇൻട്രസ്റ്റോടെ നമ്മുടെ ഫുൾ എഫർട്ട് കൊടുത്ത്, ലിവർ ഡിസീസ് ഉള്ളവർ, ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കെല്ലാം ഇത് ഞാൻ വേണ്ടാന്ന് പറയത്തുള്ളൂ. ബെറ്റർ ആയാൽ ചെയ്യാം, പക്ഷെ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയും. ഈ ഡയബറ്റിക് അത്രത്തോളം വിഷയമല്ല, നോ പ്രോബ്ലം. അത് ഒരു പക്ഷേ ഇത് തന്നെയാണ് കോസ് ആവും, അത് ബെറ്റർ ആവും എന്നാണ് പറയുന്നത് അല്ലേ? ഇപ്പം എത്രത്തോളം പേഷ്യൻസ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി, എസ്തെറ്റിക് സർജറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് ക്ലിനിക്കലി? സാർ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്നൊരു ചേഞ്ച് വരുന്നുണ്ട്, പേഷ്യൻസ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഫൈനാൻസ് ആണ്. കാരണം കോസ്മെറ്റിക് സർജറിക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ഇൻഫാക്ട് ഇപ്പോൾ എനിക്ക് 2 or 3 ലേഡീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ബ്രസ്റ്റും അബ്ഡോമിനും. പക്ഷെ അവർ കാശ് റെഡിയാക്കാനുള്ള ടൈമാണ്, ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ 1 മാസമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതാണ് ഞാൻ നോക്കിയിട്ട് ഇവിടുത്തെ മെയിൻ. അല്ലെങ്കിൽ ഇത് ഒരുവിധ റുട്ടീനായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ. ഈ ഇപ്പോൾ അന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്ന ആ ഒരു നമ്മുടെ മുഖ സൗന്ദര്യത്തിൻ്റെ അല്ലെ മൂക്കിൻ്റെയൊക്കെ വിഷയം, അതൊക്കെ എത്രത്തോളം എഫക്റ്റ് ചെയ്ത് ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട്. മൂക്ക് വരുന്നുണ്ട്, കണ്ണ് ഐലിറ്റ്സിൻ്റെ ഐലിറ്റ്സ് സാഗിങ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ പല പോസ്റ്റ് ട്രോമ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഫേഷ്യൽ ബെറ്റർ ആക്കാനായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു അബ്ഡം പറഞ്ഞ സർജറി, അതേപോലെ ബ്രസ്റ്റ് സർജറി, ഇതൊക്കെ സാറിൻ്റെ എക്സ്പീരിയൻസിൽ വേറെ ചെയ്തിട്ടുള്ള ആളുകളുടെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും? അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ അടിവയറിൻ്റെ ഇത് പറയാം. ഒരു പേഷ്യൻ്റ് പോലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല, എല്ലാവരും താങ്ക്ഫുള്ളാണ്. കാരണം ലൈഫ് ചേഞ്ച് ചെയ്തു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, നമ്മൾ എല്ലാ ദിവസവും ഒരു 5 കിലോ ചാക്ക് ഇവിടെ ഇട്ടുകൊണ്ട് നടക്കുകയല്ലേ, അതങ്ങ് പോയി കിട്ടുമ്പം പിന്നെ ഒന്നും പറയാനില്ല. ലൈഫ് ഫ്രീ ആയി, ബോഡി ഫ്രീ ആയി. ബ്രസ്റ്റ് ഞാൻ ഇതുപോലെ അധികം ഇവിടെ ചെയ്യുന്നില്ല, കാരണം പേഷ്യൻസ് വരുന്നേ ഉള്ളൂ. പക്ഷേ ഇതിലും റിലീഫാണ് പേഷ്യൻസ്. എന്തായാലും ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സൗന്ദര്യവും മാനസികമായ ആരോഗ്യത്തിന് കോണ്ടാക്റ്റഡ് ആണ് അല്ലേ? സൗന്ദര്യം നമ്മുടെ മാനസിക ഉണർവിനും എനർജറ്റിക്കും ആയിട്ട് ജീവിക്കാനും നമുക്ക് കണക്ട് ചെയ്യുന്നൊരു സാധനം കൂടിയാണ് സൗന്ദര്യം. നമ്മളെപ്പോഴും ഫ്രഷ് ആയിരിക്കും, നമ്മുടെ ശരീരം നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിന്
ആയിരിക്കണം എന്നുള്ള ധാരണയിൽ നിന്നാണ് ഈ ശരീര സൗന്ദര്യം ഉണ്ടാകുന്നത്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു കാര്യങ്ങൾ കൂടി അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. താങ്ക് യു. ആക്ച്വലി ഇത് ലൈഫ് ചേഞ്ചിങ്, ലൈഫ് അപ്ഗ്രേഡിങ് ആണ് ഇത് ആവശ്യമുള്ളവർക്ക്. അതുകൊണ്ട് ആൻഡ് കോംപ്ലിക്കേഷൻസ് ആർ നിയർ ടു സീറോ. ദർ ഇസ് സീറോ കോംപ്ലിക്കേഷൻ. ഇൻഫെക്ഷൻ ഇല്ല, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. സേഫായിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മളൊരു ചെറിയൊരു ഹൈഡ്രോസീലോ ചെറിയൊരു എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്ന ആ ഒരു സെയിം സേഫ്റ്റി ഈ ഓപ്പറേഷൻസിനുണ്ട്. സോ ഇതറിയാൻ വയ്യാത്തവർക്ക് ഇതറിയണം. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട്. കാരണം പോയിന്റ് ഓഫ് നോ റിട്ടേൺ, എന്ത് ചെയ്താലും അത് പോകാൻ പോകുന്നില്ല. അപ്പം ഈ ഒരു സർജറി തന്നെയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ എസ്തെറ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ എസ്തെറ്റിക് സർജറി എന്ന് പറയുന്നതിന് കോംപ്ലിക്കേഷൻസ് ആണ് എപ്പോഴും എല്ലാവരും ചിന്തിക്കുക. അയ്യോ, ഇത് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന വിഷമതകൾ, അത്തരം പ്രശ്നങ്ങളൊന്നും ഈ പ്ലാസ്റ്റിക് സർജറിക്കോ അല്ലെങ്കിൽ എസ്തെറ്റിക് സർജറിക്കോ ഇല്ല എന്ന് തന്നെ ഉറപ്പ് പറയാൻ പറ്റില്ല. കോംപ്ലിക്കേഷൻ ആണ് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് 20 വർഷം ഉണ്ടായ അടിവയറ്. അതാണ് കോംപ്ലിക്കേഷൻ. അതങ്ങ് മാറ്റി കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു കോംപ്ലിക്കേഷനും വരത്തില്ല. അപ്പോൾ ഏറ്റവും കൃത്യമായ ഒരു അറിവ്, നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻ ഇല്ല. അതിന് മെഡിസിൻ അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഈ ഒരു സർജറി കഴിഞ്ഞാൽ നമ്മുടെ അബ്ഡോമൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് അത് എത്രത്തോളം പ്രശ്നമായി നമുക്കുണ്ടായിരുന്നു, ആ പ്രശ്നങ്ങളെയൊക്കെ ദൂരീകരിച്ച് ഒരു നോർമൽ ലൈഫിലേക്ക്, വൃത്തിയുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ ഉതകുന്നതാണ് ഈ പ്ലാസ്റ്റിക് സർജറി. അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഫേസിലൊക്കെ ചെയ്യുന്നതാണ് പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഈ ഒരു എസ്തെറ്റിക് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മളെ ബോധവാന്മാരാക്കാൻ ഈ ഒരു എപ്പിസോഡ് ഉപകരിച്ചുവെങ്കിൽ വലിയ സന്തോഷം. ഇനി ഇത്തരം കാര്യങ്ങൾക്കുള്ള സംശയ ദൂരീകരണത്തിന് ഡോക്ടറെ നേരിട്ട് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ വന്നാൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണാം. കൂടുതൽ ഉപദേശങ്ങളല്ലേ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകാൻ അതുമായി കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം വളരെ നല്ല ഒരു വിഷയവുമായി നമ്മളോടൊപ്പം പങ്കെടുത്ത ഡോക്ടർ ഈപ്പൻ കോശി സാർ, അദ്ദേഹത്തോട് ഒരുപാട് നന്ദി. താങ്ക് യു. വീണ്ടും നമ്മൾ സാറിൻ്റെ അടുത്ത് വരും. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനിയും നമുക്ക് മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അതുമായി അദ്ദേഹം വീണ്ടും വരും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.